നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി തല ഉയർത്തി നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഡൽഹിയിലെ ചെങ്കോട്ട. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും അതാതു കാലത്തെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ കോട്ടയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മുഗൾ ഭരണകാലത്ത് ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ് ഈ മനോഹര നിർമ്മിതി. ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ചെങ്കോട്ടയുടെ പ്രധാന പ്രത്യേകത. പുറം ഭിത്തികളും ചുവരുകളുമെല്ലാം ചുവന്ന മണൽക്കല്ലിൽ തീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചുവപ്പുകോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കിലായി മുവല്ല എന്നാണ് ഉറുദു ഭാഷയിൽ ഷാജഹാൻ ഇതിന് പേര് നൽകിയത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രൂപഭംഗിക്ക് കോട്ടം തട്ടാത്ത ഈ നിർമ്മിതിയുടെ മുഖ്യശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോരിയാണ്. ഷാജഹാൻ ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ മുഗൾ ചക്രവർത്തിമാർക്കായി നിർമ്മിച്ചതാണ് ഈ കോട്ട. 1639 നിർമ്മാണം ആരംഭിച്ച് 10 വർഷം കൊണ്ടാണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുഗൾ, പേർഷ്യൻ, ഹിന്ദു വാസ്തുവിദ്യകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഈ കോട്ട 2007 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. 2.5 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ കിഴക്ക് ഭാഗത്തുകൂടി യമുന നദി ഒഴുകുന്നു. മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജമന്ദിരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പുരാനി ദില്ലി അഥവാ ഷാജഹാനാബാദ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ചെങ്കോട്ട. പടിഞ്ഞാറ് ഭാഗത്തുള്ള ലാഹോരി ഗേറ്റ്, തെക്ക് ഭാഗത്തുള്ള ഡൽഹി ഗേറ്റ് എന്നിവയാണ് പ്രധാന പ്രവേശന കവാടങ്ങൾ. ഇതുകൂടാതെ യമുനയിലേക്ക് തുറക്കുന്ന രാജ്ഘാട്ട് ഗേറ്റ് എന്ന കവാടവും കോട്ടയ്ക്കുണ്ട്. ലാഹോരി ഗേറ്റിലൂടെ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഛത്ത ചൗക്ക് എന്ന ചന്ത കാണാം. മേൽക്കൂരയുള്ള ചന്ത എന്നാണ് ഈ പേരിന് അർത്ഥം. മേൽക്കൂരയുള്ള ഈ ഇടനാഴിക്ക് ഇരുവശത്തും 32 വീതം കടകൾ ഇരുനിലകളിലായും ഉണ്ട്. മുഗൾ കാലത്ത് ഈ ചന്തയിലെ സ്ഥാപനങ്ങൾ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള ആഡംബര വസ്തുക്കളാണ് വിപണനം ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ സഞ്ചാരികൾക്ക് കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ ഇവയൊക്കെ വിൽക്കുന്ന കടകളാണ് ഉള്ളത്. പിന്നീട് കാണുവാൻ കഴിയുന്നത് നോബത്ത് ഖാനയാണ്. ഇത് വാദ്യസംഘക്കാരുടെ മന്ദിരമാണ്. മുഗൾ ഭരണകാലത്ത് ഇവിടെ 5 നേരം വാദ്യാലാപം നടന്നിരുന്നു എന്ന് പറയുന്നു. ആനപ്പുറത്ത് വരുന്ന സന്ദർശകർ ഇവിടെയാണ് ഇറങ്ങിയിരുന്നത്. അതിനാൽ ഹാത്തിപോൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. മുഗൾ ചക്രവർത്തിമാരായിരുന്ന ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ എന്നിവർ കൊല്ലപ്പെട്ടത് ഇവിടെ വച്ചാണ് എന്ന് കരുതപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. മുഗൾ കൊട്ടാരങ്ങളിൽ ചക്രവർത്തി സാധാരണ ജനങ്ങളുമായി സംവദിക്കുന്ന വിശാലമായ മണ്ഡപമാണ് ദിവാനിയാം. 40 തൂണുകളോടുകൂടിയ ചിഖിൽ സുദുൻ എന്ന വാസ്തുകലാ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് മധ്യത്തിൽ ഒരു അരികത്തായി അലങ്കരിക്കപ്പെട്ട ഉയർത്തിയ വെണ്ണക്കൽ തട്ടിൽ ചക്രവർത്തിയുടെ ഇരിപ്പിടം കാണാം. താഴെ തൻ്റെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടവും. കോട്ടയുടെ കിഴക്കേ അറ്റത്ത് നദിക്ക് സമാന്തരമായി തെക്കുവടക്കായി രാജകീയ മന്ദിരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. വടക്കേ അറ്റത്തുള്ള കെട്ടിടമായ ഷാ ബുർജിൽ നിന്നും ആരംഭിച്ച് തെക്കേ അറ്റത്തെ കെട്ടിടമായ മുംതാസ് മഹൽ വരെ എല്ലാ കെട്ടിടങ്ങളുടെയും അടിയിലൂടെ ഒരു വെള്ളച്ചാൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗർ ഇ ബിഹിഷ്ട് അഥവാ സ്വർഗീയ ധാര എന്നറിയപ്പെടുന്ന ഈ ചാൽ നിർമ്മിച്ചത് അലി മർദാൻ ഖാൻ ആണ്. കെട്ടിടങ്ങൾക്കുള്ളിലെ താപനില ക്രമീകരിച്ച് നിർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. കോട്ടയുടെ വടക്കേ അറ്റത്തുള്ള ഷാ ബുർജിൽ നിന്നാണ് യമുന നദിയിൽ നിന്ന് ഈ ചാലിലേക്കുള്ള
വെള്ളം ശേഖരിച്ചിരുന്നത്. ഷാജഹാന്റെ കാലത്ത് രഹസ്യ യോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും പ്രധാന രാജകുമാരന്മാരുടെ താമസ സ്ഥലവുമായിരുന്നു ഷാബുർജ്. 1857 ലഹള സമയത്ത് ഈ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് സമീപം തന്നെ ബുർജ് ഇ ശാലി, ആസാദ് ബുർജ് എന്നീ വെണ്ണക്കൽ മണ്ഡപങ്ങൾ കാണാം. ഷാബുർജിന് സമീപമാണ് ഹീരാമഹൽ എന്ന വെണ്ണക്കൽ മന്ദിരം. രാജകീയ കുളിമുറികളാണ് ഹമ്മം. ഇതും വെണ്ണക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇവിടെ കുളിക്കുന്നതിനും ആവി കൊള്ളുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. കോട്ടയുടെ കിഴക്കേ അറ്റത്ത് ഔറംഗസീബ് നിർമ്മിച്ച മോത്തി മസ്ജിദ് കാണാം. മുഗൾ കൊട്ടാരങ്ങളിൽ ചക്രവർത്തി ഉന്നതരായ പ്രഭുക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന മന്ദിരമാണ് ദിവാനി ഖാസ്. ചതുരാകൃതിയിലുള്ള തൂണുകൾ നിറഞ്ഞ ഈ സൗധം വെണ്ണക്കല്ലിൽ നിർമ്മിച്ചതാണ്. വിഖ്യാതമായ മയൂര സിംഹാസനം ഇരുന്നിരുന്നത് ഈ സൗധത്തിലായിരുന്നു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന ആമിർ ഖുസ്രോയുടെ പ്രശസ്തമായ വരികൾ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു. മുഗൾ കൊട്ടാരങ്ങളിലെ ചക്രവർത്തിമാരുടെ സ്വകാര്യ മുറികൾ ഖാസ് മഹൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദിവാനി ഖാസിന് ചേർന്ന് തന്നെ ഖാസ് മഹൽ കാണാം. മുഗൾ ചക്രവർത്തിമാർ ജനങ്ങൾക്ക് ദർശനം നൽകാൻ നിർമ്മിച്ച അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരമാണ് മുത്തമ്മൻ ബുർജ്. കോട്ടയുടെ കിഴക്കേ അറ്റത്താണ് രംഗ് മഹൽ. ഇതിലെ അറകളുടെ ചുവരിലും മച്ചിലും ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിനാൽ ഈ സൗധത്തിന് ശീഷ് മഹൽ എന്നും പേരുണ്ട്. കോട്ടയ്ക്കുള്ളിലെ മറ്റൊരു സൗധമാണ് മുംതാസ് മഹൽ. ഇപ്പോൾ ഇത് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. കോട്ടയിലെ ഉദ്യാനമാണ് ഹയാത്ത് ബക്ഷ്. ചഹർബാഗ് ശൈലിയിലുള്ള ഒരു വലിയ പൂന്തോട്ടമാണ് ഇത്. പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിൽ വലിയൊരു ജലസംഭരണിയും അതിനു നടുവിൽ സഫർ മഹൽ എന്ന ഒരു ചുവന്ന മണൽക്കല്ലിൽ തീർത്ത കെട്ടിടവും കാണാം. ഹയാത്ത് ബക്ഷ് ഉദ്യാനത്തിന് പടിഞ്ഞാറായി ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് നിർമ്മിച്ച ബാരക്കുകൾ കാണാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ദില്ലി പിടിച്ചടക്കിയതിന് പിന്നാലെയാണ് ചെങ്കോട്ടയിലെ അന്തഃപുര കെട്ടിടങ്ങൾ പൊളിച്ച് ആ സ്ഥാനത്ത് ബാരക്കുകൾ പണികഴിപ്പിച്ചത്. കാലപ്രവാഹത്തിൽ പല നിർമ്മിതികളും ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞുവെങ്കിലും ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാനാകുന്നത് മറ്റൊരു ലോകമാണ്. അവിടെ മണിക്കൂറുകളോളം നമുക്ക് ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.